വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 31st മെയ്. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 2nd ജൂൺ മുതൽ 6th ജൂൺ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിലും മാർക്കറ്റ് വളരെ ഷോർട്ടായിട്ടുള്ളൊരു റേഞ്ചിലുള്ള ട്രേഡിംഗ് ആണ് നമ്മൾ കണ്ടത്. നമ്മളിപ്പോൾ കാണുന്ന വീക്ക്ലി ചാർട്ടിൽ നമുക്ക് കാണാം 102 പോയിൻറ്റ്സ് മാത്രം താഴ്ന്ന് 24,750 എന്നുള്ളൊരു ലെവലിലാണ് നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ ടൈറ്റായിട്ടുള്ളൊരു റേഞ്ചിലാണ് ഈ ആഴ്ചയിലും ഇതിനു മുമ്പുള്ള ആഴ്ചയിലും മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. എന്തായാലും നമുക്കൊരു ഈ ഒരു കോൺട്രാക്ഷന് ശേഷം ഒരു എക്സ്പാൻഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു എക്സ്പാൻഷൻ ഞാൻ മുകളിലേക്കുള്ളൊരു ബ്രേക്കൗട്ടും അതിനുശേഷം ഒരു 25,900 വരെയുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഞാൻ മാർക്കറ്റിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കും സപ്പോർട്ടായിട്ടുള്ള 21,821 രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയുടെ ആ ഒരു അപ്വേർഡ് മൂവ്മെൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ മൂവ്മെൻറ്റ് 25,900 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ആണ് നമുക്കിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ്. സെൻസെക്സിൻ്റെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ ആഴ്ചയിൽ 270 പോയിൻറ്റ്സ് താഴ്ന്ന് 81,451 സെൻസെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് കഴിഞ്ഞ ആഴ്ചയിൽ 732 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 57,420 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 213 പോയിൻറ്റ്സ് ഉയർന്ന് 17,883 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കഴിഞ്ഞ ആഴ്ചയിലും ഒരു അപ്വേർഡ് ഡയറക്ഷനിലായിരുന്നു മൂവ് ചെയ്തിരുന്നത് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇന്ത്യയുടെ ജനുവരി മാർച്ച് ക്വാർട്ടറിൻ്റേതായിട്ടുള്ള GDP 7.4% ഉയർന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ വർഷത്തിലെ 2025 ടോട്ടൽ ഇയറിൻ്റെ GDP നോക്കുകയാണെങ്കിൽ 6.5% ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് 26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ളത് 6.3 മുതൽ 6.8% വരെയുള്ള റേഞ്ചിലായിരിക്കും GDP വരിക എന്നുള്ളതാണ് ഗവൺമെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഡിക്ലെയർ ചെയ്ത ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു കാര്യം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് വളരെ നല്ല രീതിയിൽ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ 7.4% കഴിഞ്ഞ ഇയറിലെ ഏറ്റവും നല്ല ക്വാർട്ടറായിട്ട് കഴിഞ്ഞ ഈ ലാസ്റ്റ് ക്വാർട്ടർ 4ൻ്റെ GDP ഗ്രോത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഗ്ലോബലി ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി എന്നുള്ളൊരു ടാഗ് ഇന്ത്യക്ക് ഇപ്പോൾ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അത് തന്നെയല്ല 140 crores പോപ്പുലേഷനുള്ള ഇന്ത്യയുടെ, അതും നമ്മൾ ഡെമോഗ്രാഫിക് ആയിട്ടുള്ളൊരു ഇത് നോക്കുകയാണെങ്കിൽ വളരെ യങ്ങറായിട്ടുള്ള പോപ്പുലേഷനുള്ളൊരു രാജ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഗ്രോത്ത് ഗ്ലോബലി മറ്റ് രാജ്യങ്ങൾക്കൊന്നും കമ്പയറബിൾ അല്ല എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ്സ് എല്ലാ രാജ്യങ്ങളും വളരെ ആകാംക്ഷയോടെ തന്നെ നോക്കുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ എക്കണോമിക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുക. അതായത് അടുത്ത 10 വർഷത്തേക്കൊക്കെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളരെ സുവർണ്ണ കാലമായിരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആസ് ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ്സ് നേടാനുള്ള അവസരം സ്റ്റോക്ക് മാർക്കറ്റ് തരും. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കറിയാം കഴിഞ്ഞ ഇടയ്ക്കുള്ള ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള പീരീഡിൽ മാർക്കറ്റ് വളരെ സ്ലോ ആയിട്ട് കൺസോളിഡേറ്റ് ചെയ്ത പീരീഡ് എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാറുള്ളതാണ്. നമുക്കറിയാം കോവിഡിന് ശേഷം മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് മുകളിലേക്ക് പോവുകയും നമ്മൾ ഇൻവെസ്റ്റേഴ്സ് കുറേയധികം പ്രോഫിറ്റും വെൽത്തും ഒക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിനുശേഷം ഒരു ഇൻ്റർവെല്ല് പോലെ ഒരു കൺസോളിഡേഷൻ പേസായിരുന്നു കുറച്ച് നാൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയറായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ക്വാർട്ടറിൽ വന്ന കുറേയധികം റിസൾട്ട്സ് വളരെ നല്ലതായിരുന്നു. നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം പോർട്ട്ഫോളിയോകളിൽ
നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ കുറേയധികം തിരിച്ച് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ലോസിലേക്കൊക്കെ പോയിട്ടുള്ള പോർട്ട്ഫോളിയോകളൊക്കെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് എല്ലാം നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലേക്ക് വരുമെന്ന് തന്നെയാണ്. അതുപോലെ എസ്പെഷ്യലി ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് സീരീസിലുള്ള സ്റ്റോക്കുകളൊക്കെ ഇതുപോലെയുള്ള കൺസോളിഡേഷൻ പീരിയഡിൽ കുറച്ച് ദിവസങ്ങളിലൊക്കെ അണ്ടർ പെർഫോം ചെയ്യും എന്നുണ്ടെങ്കിലും ഒരു ചൈനീസ് ബാംബു ഒക്കെ കുറേ കാലം വളരാതെ ഇരുന്നതിന് ശേഷം വളർന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വളർന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ വലിയ ഹൈറ്റിലേക്ക് പോകുന്നു. അതുപോലെയാണ് പലപ്പോഴും ഡയമണ്ട് പിക്സ് ഒക്കെ റാലി ചെയ്ത് പോകാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പീരീഡിൽ, ഇതുപോലെയുള്ള കൺസോളിഡേഷൻ പീരീഡിൽ ചില സ്റ്റോക്കുകൾ ഈവൻ മൈനസിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്തിരുന്ന എല്ലാവർക്കും വളരെ നല്ല പ്രോഫിറ്റ്സ് നേടി നൽകാനായിട്ട് ട്രിപ്പിൾ പ്രോഫിറ്റ് അനലിറ്റിക്സിൻ്റെ ഡയമണ്ട് പിക്സിനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള അറിയാം. കുറച്ചുകൂടെ പീരീഡ് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് വരെ കൂടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രോഫിറ്റിൽ തന്നെ നമുക്ക് ആ സ്റ്റോക്കുകളെല്ലാം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമുക്കുള്ളത്. അത് തന്നെയാണ് നമ്മുടെ മുമ്പുള്ള എക്സ്പീരിയൻസും. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സംസാരിച്ചൊരു സ്റ്റോക്കായിരുന്നു BSE കുറിച്ച്. BSE ഒരു ഷെയറിന് 2 ഷെയർസിൻ്റെ ബോണസ് ഷെയർസ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം, അത് ബോണസ് ആയതിനു ശേഷം ലിസ്റ്റ് ചെയ്ത കാര്യമാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ BSEയുടെ ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 2448 എന്നുള്ള ആ ലെവലിലായിരുന്നു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും അതിന് ശേഷം ഈ സ്റ്റോക്കുകളെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നടത്തി. ഈവൻ ഫ്രൈഡേയിൽ 8.5% BSE മൂവ് ചെയ്തത്. 2674 വന്നാണ് BSE കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. BSEയുടെ കാര്യം എപ്പോഴും ഞാൻ പറയുമ്പോൾ ഞാനൊരു ഡിസ്ക്ലെമറായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, BSE ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്നൊരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ട ഒരു വളരെ നല്ല റിസൾട്ടാണ് സുസ്ലോൺ എനർജി എന്നുള്ള സ്റ്റോക്ക്. നമ്മൾ പലപ്പോഴും ഈ സ്റ്റോക്കിനെ ഡിസ്കഷനിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു സ്റ്റോക്കായിരുന്നു. കാരണം ആ കമ്പനി ഫിനാൻഷ്യലി വളരെ ബുദ്ധിമുട്ടുള്ളൊരു പീരീഡിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സ്റ്റോക്കിനെ ഡിസ്കഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ സ്റ്റോക്ക് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 1182 crores പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് 365% ആണ് പ്രീവിയസ് ഇയറിൻ്റെ ഈ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു ഗ്രോത്താണ്. എന്തായാലും നമുക്ക് അതുപോലെ തന്നെ റവന്യൂ 75% ഗ്രോ ചെയ്ത് 3773 crores റവന്യൂം കമ്പനി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുസ്ലോൺ എനർജി വളരെ നല്ല രീതിയിലേക്കുള്ള ഒരു പ്രോഫിറ്റബിലിറ്റിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓർഡർ ബുക്ക് എല്ലാം വളരെ നല്ല രീതിയിലേക്കാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുസ്ലോൺ വരും ദിവസങ്ങളുടെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ കാണുന്നത് സുസ്ലോണിൻ്റെ ചാർട്ടാണ്. നമുക്ക് കാണാം കഴിഞ്ഞ വീക്കിൽ ഫ്രൈഡേയിൽ ഈ സ്റ്റോക്ക് വളരെ നല്ലൊരു റിസൾട്ട് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു 10% ഉയർന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ശേഷം ക്ലോസിങ്ങിൽ ഒരു 6% ഉയർന്ന് 71 ഈ സ്റ്റോക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുസ്ലോൺ ഈ ഒരു ട്രെൻഡിൽ മുന്നോട്ട് പോവുകയാണ്, ഈ റിസൾട്ടിന് ശേഷം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 85 വരെയൊക്കെ ഈ സുസ്ലോൺ ഒരു ഇമ്മീഡിയറ്റ് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ കഴിഞ്ഞ വീക്കിലൊരു റിസൾട്ട് വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കായിരുന്നു മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് എന്നുള്ള സ്റ്റോക്ക്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഒരു 51% ഡിക്ലൈനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് 325 crores കമ്പനിയുടെ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഒരു 51% ഫോളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കമ്പനി ഒരു പക്ഷേ ഒരു പബ്ലിക് സെക്ടർ കമ്പനി ആയിട്ടുള്ള ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ആയിട്ടുള്ള ഈ കമ്പനിയുടെ വരും ദിവസങ്ങളിലുള്ള സ്റ്റോക്ക് പ്രൈസിൻ്റെ പെർഫോമൻസിനെ ഈ ഫോള് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നൊരു ഫോള് കുറച്ച് ദിവസത്തേക്കൊന്ന് എഫക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് എൻ്റർ ചെയ്യാതിരിക്കുക എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതാണ് നന്നായിരിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയിൽ എല്ലാ വീക്കിലും ഒരു 4 to 5 സ്റ്റോക്സ്
ഒരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്സ് ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കായിരുന്നു GE Vernova T&D India Limited എന്നുള്ള ഈ കമ്പനി ഇൻഡസ്ട്രിയൽ മെഷീനറി എന്നുള്ള ഒരു സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനിയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട ചാർട്ടാണ് ഈ കാണുന്നത്. 1885 സ്റ്റോക്ക് ക്ലോസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ പക്ഷേ ഈ കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 23.81% കഴിഞ്ഞ ആഴ്ചയിൽ റാലി ചെയ്ത് കഴിഞ്ഞ വീക്കിലി സ്റ്റോക്ക് 2334 വരെ മൂവ് ചെയ്യുകയുണ്ടായി. ആ ഒരു ചാർട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ GE Vernova T&D India വളരെ നല്ലൊരു റാലിയാണ് കഴിഞ്ഞ വീക്കിൽ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ നമുക്ക് ഈ വീക്കിൽ നമുക്ക് ഹൈ വാല്യൂഡ് ആയിട്ടുള്ളൊരു 4 സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇപ്പോൾ കാണുന്നത് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, ടെക്നോ എന്ന ട്രേഡിംഗ് സിമ്പിളുള്ള ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1409 ഇതൊരു ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻഡസ്ട്രി സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1409 നമുക്ക് ഈ സ്റ്റോക്ക് വരും ദിവസങ്ങളിലൊരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ BEML എന്നുള്ള കൊമേഴ്സ്യൽ വെഹിക്കിൾസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 4230 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. BEMLും നമുക്കൊരു 20%-ഓളം ഒക്കെ മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ടേഗ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നുള്ള കോൾ ആൻഡ് മൈനിങ് ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 1650 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്കും ഒരു 20%-ലധികമൊക്കെ മുകളിലേക്ക് മൂവ് ചെയ്യും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL എന്നുള്ള സ്റ്റോക്ക് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റാണ് നടത്തുന്നത്. എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നുള്ള ഇൻഡസ്ട്രി എന്നുള്ള സ്റ്റോക്ക് 2015 കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് ഒരു 2291 വരെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ ഞങ്ങളുടെ കഴിഞ്ഞ വീക്കിൽ ഞങ്ങൾക്കൊരു ഡയമണ്ട് പിക്ക് 19A ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ളൊരു റെക്കമെൻഡേഷൻ ഞങ്ങൾ നൽകിയിരുന്നത്. ഈ സ്റ്റോക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യുകയുണ്ടായി. ഞങ്ങൾ ഈ സ്റ്റോക്കിന് 80 ലെവലിലാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് റെക്കമെൻഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്ക് വിത്തിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ 160 എന്നുള്ള ഞങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്ക് കുറച്ച് ഒരു കറക്ഷനൊക്കെ ശേഷമാണ് പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഈ സ്റ്റോക്ക് ഒരു 189 വരെയൊക്കെ മൂവ് ചെയ്തപ്പോൾ കുറേയധികം പേര് ഫസ്റ്റ് ടൈം ഈ സ്റ്റോക്ക് മൂവ് ചെയ്തപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ട് പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഈ സ്റ്റോക്കിൻ്റെ ടാർഗറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉള്ള അവസരം ലഭിക്കുകയുണ്ടായി. അത് ഡയമണ്ട് പിക്ക് 19 സ്റ്റോക്കിനൊപ്പം ഞങ്ങൾ ഡയമണ്ട് പിക്ക് 19 NRI എന്നുള്ള സ്റ്റോക്ക് കൂടെ ഞങ്ങൾ സ്റ്റോക്കിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് നൽകിയിരുന്ന റെക്കമെൻഡേഷൻ കൂടിയായിരുന്നു അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. അപ്പോൾ അപ്പോളോ മൈക്രോ സിസ്റ്റംസ് വളരെ നല്ലൊരു രീതിയിൽ പ്രോഫിറ്റിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 19 ആയിരുന്ന ആവലോൺ ടെക്നോളജീസ് മോർ ദാൻ 90% പ്രോഫിറ്റ് വരെ എത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു കറക്ഷനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് മോർ ദാൻ ഈ 2 റെക്കമെൻഡേഷനും കൂടെ 190% പ്രോഫിറ്റ് നമ്മുടെ ക്ലയൻസിന് നേടി നൽകാനായിട്ട് നമുക്ക് ഈ ഡയമണ്ട് പിക്ക് 19 NRIയിലൂടെയും സാധിക്കുകയുണ്ടായി. ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഡയമണ്ട് പിക്കായിട്ടുള്ള ഡയമണ്ട് പിക്ക് 29 ഞങ്ങൾ കഴിഞ്ഞ വീക്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ സ്റ്റോക്ക് ഒരു ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് റേഞ്ചിൽ തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ സ്റ്റോക്ക് ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞങ്ങളുടെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള റെക്കമെൻഡേഷൻസ് എല്ലാ വീക്കിലും ഒരു റെക്കമെൻഡേഷൻ നൽകുന്ന എല്ലാ മൺഡേയും നൽകുന്ന റെക്കമെൻഡേഷനോട് കൂടിയിട്ടുള്ള സ്വിംഗ് ഡെലിവറി എന്നുള്ള പാക്കിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത റെക്കമെൻഡേഷൻസിൻ്റെ ചാർട്ടുകളോട് കൂടി നമുക്കൊരു എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ആദ്യം കാണുന്നത് BDL എന്നുള്ള റെക്കമെൻഡേഷനാണ്. BDL ഭാരത് ഡൈനാമിക്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയെങ്കിൽ ഈ കഴിഞ്ഞ വീക്കിൽ ഈ സ്റ്റോക്ക് ഞങ്ങൾ 1635 എൻ്റർ ചെയ്തിരുന്ന സ്റ്റോക്ക് 2050 എന്നുള്ള ഞങ്ങളുടെ സെക്കൻഡ് ടാർഗറ്റ് എത്തിയപ്പോൾ 25% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമുക്കതിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ എഞ്ചിനീയേഴ്സ് ഇന്ത്യ 182 ലെവലിൽ എൻ്റർ ചെയ്തിരുന്ന ഈ സ്റ്റോക്ക് 230 ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാനായിട്ട് എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ
ടി ഡി പവർ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 455 എൻ്റർ ചെയ്തത് 510 പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. ഒരു 12% പ്രോഫിറ്റാണ് ഞങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. അതുപോലെ അപ്പോളോ പൈപ്സ് 405 എൻ്റർ ചെയ്ത് 465 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 14% പ്രോഫിറ്റും. അതുപോലെ ആസ്ട്ര മെഡിസിറ്റി എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 530 എൻ്റർ ചെയ്ത് 600 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 13% പ്രോഫിറ്റും. അതുപോലെ മിതാനി എന്നുള്ള സ്റ്റോക്ക്, അത് സ്റ്റോക്ക് ഡിഫൻസ് സെക്ടറിൽ നിന്നുള്ള സ്റ്റോക്കാണ്. 315 എൻ്റർ ചെയ്ത് 365 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റും. അതുപോലെ NBCC ഞങ്ങൾ 98 എൻ്റർ ചെയ്ത് 113 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ AAA വെൽത്ത് ബിൽഡറിൽ നൽകിയിരുന്ന പാരസ് ഡിഫൻസ് ഞങ്ങൾ 765 എൻ്റർ ചെയ്ത് 1225 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 60% പ്രോഫിറ്റും. അതുപോലെ കാൻഫിൻ ഹോം എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 645 എൻ്റർ ചെയ്ത് 745 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റാണ് ഞങ്ങളതിൽ ബുക്ക് ചെയ്തിരുന്നത്. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആ സ്റ്റോക്കുകൾ നമുക്കിപ്പോൾ കാണാം. MMTC 40% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ IFCI 35% ഉയർന്നും, റിലയൻസ് പവർ 30% ഉയർന്നും, ITI 23% ഉയർന്നും, വെൽസ്പൺ കോർപ്പ് 22% ഉയർന്നും, GET&D 20% ഉയർന്നും, സുസ്ലോൺ 17% ഉയർന്നും, BEML 16% ഉയർന്നും, ക്ലീൻ സയൻസ് 16% ഉയർന്നും, ഹൊനാസ കൺസ്യൂമർ 15% ഉയർന്നും, ടെക്നോ ഇലക്ട്രിക് 14% ഉയർന്നും, BSC 14% ഉയർന്നും, എഞ്ചിനീയേഴ്സ് ഇന്ത്യ 14% ഉയർന്നും, കോൺകോഡ് ബയോടെക് 14% ഉയർന്നും, എംകൂർ ഫാർമ 13% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളെ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ വീക്കിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് 418.4 ക്രോർസിൻ്റെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയുടെ എമൗണ്ടിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 33,144.8 ക്രോർസിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ബയേഴ്സും ആയിരുന്നു. നെക്സ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ കഴിഞ്ഞ വീക്കിലെ ട്രേഡിംഗ് പാറ്റേൺ ആണ്. നിഫ്റ്റി കഴിഞ്ഞ 23rd മെയ്യിൽ ക്ലോസ് ചെയ്തിരുന്നത് 24,853 അതിനുശേഷം 26th മെയ്യിൽ നിഫ്റ്റി 148 പോയിൻറ്റ്സ് ഉയർന്നും 27th മെയ്യിൽ 174 പോയിൻറ്റ് താഴ്ന്നുമാണ് ക്ലോസ് ചെയ്തത്. 28th മെയ്യിൽ നിഫ്റ്റി 73 പോയിൻറ്റ്സ് കൂടെ താഴ്ന്ന നിഫ്റ്റി 29th മെയ്യിൽ 81 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതിനുശേഷം 30th മെയ്യിൽ 82 പോയിൻറ്റ്സോട് താഴ്ന്ന് നിഫ്റ്റി 103 പോയിൻറ്റ്സ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ലോസോട് കൂടിയാണ് ക്ലോസ് ചെയ്തത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും മെയ് മന്തിൽ നിഫ്റ്റി 416 പോയിൻറ്റ്സിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. മെയ് മാസം കഴിഞ്ഞ ഫ്രൈഡോടുകൂടി അവസാനിക്കുന്നതുകൊണ്ട് 416 പോയിൻറ്റ്സ് ആണ് മെയ് മന്തിൽ നിഫ്റ്റിക്ക് ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. നിഫ്റ്റിയുടെ 200 DMA വരുന്നത് 24,065 20 DMA വരുന്നത് 24,692 അതുപോലെ 50 DMA 23,960 100 DMA വരുന്നത് 23,502 അതുപോലെ നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,835 ആയിരിക്കും. അതിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകൾ 24,994 25,237 25,396 25,781 25,900 26,446 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം പിവറ്റ് പോയിൻ്റ് ആയിട്ടുള്ള 24,835 താഴെ സപ്പോർട്ട് ലെവലുകൾ 24,600 24,433 24,190 23,420 22,905 എന്നീ ലെവൽസ് ആയിരിക്കും. അതേസമയം നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്ക്ലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,900 ലോവർ റേഞ്ച് 23,420 ആയിരിക്കും. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,835 ആയിരിക്കും. അടുത്തായി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സ്റ്റോക്കായിരുന്നു IFCI എന്നുള്ള സ്റ്റോക്ക്.
നമ്മളന്ന് സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് IFCയെ ഡിസ്കസ് ചെയ്യുമ്പോൾ 51 നിന്നും 60 വരെയുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ IFC വളരെ നല്ലൊരു റാലി നടത്തി. നിയർലി 35% കഴിഞ്ഞ വീക്കിൽ തന്നെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുകയുണ്ടായി. ഓൾമോസ്റ്റ് ഒരു 72 എന്നുള്ള ഹൈ ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കാണാം നമ്മൾ എൻ്റർ ചെയ്ത് 51 റേഞ്ചിൽ നിന്നും 40%ഓളമാണ് IFC മുകളിലേക്ക് മൂവ് ചെയ്തത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സ്റ്റോക്ക് ഓഫ് ദി വീക്ക് ആയിരുന്ന IFC വളരെ സക്സസ്ഫുൾ ആയിട്ട് 72 ലെവലിലേക്ക് മൂവ് ചെയ്തത് നമുക്ക് ഈ ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്സ് ആൻഡ് ഫാമയാണ്. മാർക്സ് ആൻഡ് ഫാമ കഴിഞ്ഞ വീക്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 261 ലെവലിലാണ്. ഈ സ്റ്റോക്ക് ഒരു ഈ ലെവലിന് 261 മുകളിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 300 എന്നുള്ള ഒരു ലെവലിൽ ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് മാർക്സ് ആൻഡ് ഫാമ 300 എന്നുള്ളൊരു അടുത്ത റെസിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യും എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദി വീക്ക് മാർക്സ് ആൻഡ് ഫാമയാണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ആയിട്ടുള്ള സ്റ്റോക്ക് MMTC ആണ്. ഈ സ്റ്റോക്ക് 85 ലെവലിലേക്ക് വളരെ നല്ലൊരു ബ്രേക്കൗട്ടോടുകൂടി വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. MMTC നമുക്ക് 85 മുകളിൽ ഒരു സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അടുത്ത റെസിസ്റ്റൻസ് ആയ 98ലേക്ക് മൂവ് ചെയ്യും എന്നാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അതുകൊണ്ട് നമ്മുടെ MMTC എന്നുള്ള ട്രിപ്പിൾ ടെക്നിക്കൽ പീക്കിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 98 ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്കൗട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആ സ്റ്റോക്കുകൾ എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ജീനസ് പവർ, സ്റ്റാർ ഹെൽത്ത്, ITI, അതുപോലെ LT ഫുഡ്സ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിൻ്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.